യെസ്, വെൽക്കം ടു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് ഗൈസ്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എൻ്റെയും ശ്വേതയുടെയും ഞങ്ങൾ അധികം ഒന്നും വന്നിട്ടൊന്നുമില്ല ഇവിടെ, പക്ഷേ എന്നാലും 1-2 തവണ വന്നിട്ടുള്ളൂ. ഞങ്ങളുടെ കുറച്ച് ഓർമ്മകളൊക്കെ അയവിറക്കാൻ പറ്റുന്ന, ഞങ്ങൾ പ്രേമിച്ച് നടന്ന കുറച്ച് കാലഘട്ടത്തിലാണ് അല്ലേ, ആ ദുർബല നിമിഷങ്ങളിലേക്കാണ് സുഹൃത്തുക്കളെ, അങ്ങനല്ലേ പുതിയ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇരുട്ട് മൂടിയ നിമിഷങ്ങളിലേക്കാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. യെസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര സ്മാരകം അല്ലെങ്കിൽ പുരാവസ്തു കേന്ദ്രമായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചി രാജാക്കന്മാരുടെ രാജകൊട്ടാരത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യെസ്, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒന്നും ഋഷിക്കുട്ടൻ ഇല്ലായിരുന്നു. ഋഷിക്കുട്ടൻ ഞങ്ങൾ കലാം പോലും കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും ഹിൽ പാലസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യെസ്, ശ്വേത ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് പാർക്കിംഗ് ഫീ ഉണ്ട്. പാർക്കിംഗ് ഫീ ബസ്സിന് 50, കാറിന് 30. ഒരു മിനിറ്റ് ഋഷ അപ്പം പറയട്ടെ. പിന്നെ 2 വീലറിന് 10 എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യും. പിന്നെ ക്യാമറ ഉപയോഗിക്കുന്നതിന് ക്യാമറ ഡിജിറ്റൽ ക്യാമറ 250. പിന്നെ ഈ കല്യാണ ഷൂട്ട് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2000 പെർ അവർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് 10 രൂപ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എൻട്രി ഫീ അല്ലാതെ 50 രൂപ അഡൾട്ട്സിന് കൊടുക്കണം. ഫോറിനേഴ്സ് ആണെങ്കിൽ 500 രൂപ കൊടുക്കണം എൻട്രി ഫീ. അമ്മ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. കിട്ടിയാ എന്താ പറഞ്ഞേ? ഒരു മൊബൈൽ ഫോണേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ചാർജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മൊബൈലിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ? പറഞ്ഞോ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അവിടെ അവര് തന്നെ ചോദിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ക്യാമറ 1 10 രൂപ, ലൈറ്റ് വെഹിക്കിൾ 1 30 രൂപ, പിന്നെ ഞങ്ങൾ 2 പേർക്കും 50 രൂപ. ഋഷിക്ക് ഫ്രീ ആണോ? ഋഷിക്ക് ഫ്രീ. നമ്മൾ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ കൊന്നയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ ആ മുകളിലേക്ക് കയറി പോകുന്ന പടവുകൾ, നമുക്ക് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടന്ന് കയറി പോകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാതെ വണ്ടിയും കൊണ്ട് മുകളിൽ വരെ പോകണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പോസിബിൾ ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കാണിച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് ഇപ്പം മുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പോവാണ്. നല്ല തിരക്കുണ്ട്, അവധിയല്ലേ. നമ്മൾ മുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ ഒരു കുളം കാണാൻ സാധിക്കും, വലിയൊരു കുളം. ആ കുളത്തിൻ്റെ അപ്പുറത്തായിട്ട് അവിടെ ഒരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊരു വേറെ ആംബിയൻസ് തന്നെയാണ് ഈ സ്ഥലം മൊത്തത്തില്. എന്താ മുത്തേ, പ്ലേ ഏരിയ പോവാ കേട്ടോ. എന്ത് കിടിലൻ സ്ഥലല്ലേ. നമ്മള് പഴയ കൊട്ടാരത്തിലാണ് ശ്വേത വന്നിരിക്കുന്നത്. കൊട്ടാരം രാജകൊട്ടാരം. കേറി വരുമ്പോ ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. പക്ഷെ താഴത്തെ സെക്യൂരിറ്റി പറഞ്ഞായിരുന്നു അത് വക വെക്കണ്ട, നിങ്ങൾ കേറി പോക്കോ, അവിടെ മേളിൽ പാർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. വാഹനങ്ങൾക്ക് കേറി പോകാം. അതെ, മുകളിലേക്ക് കേറി പോവാം. ഈ സ്ഥലത്തുണ്ടല്ലോ അപ്പനമ്മയ്ക്ക് ഇഷ്ടം പോലെ മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. ഋഷി ഉണ്ടാവുന്നതിന് മുമ്പ് ഋഷിയെ കൂട്ടാതെ ഞാനും അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒത്തിരി തവണ. ഞങ്ങള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലേ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലേ. ഇവിടെ വന്നിട്ടുള്ള പലരും കല്യാണം കഴിച്ചിട്ടുണ്ടാവും, കല്യാണം കഴിക്കാത്തവരുണ്ടാവും, തേച്ചിട്ടുള്ളവരുണ്ടാവും. അങ്ങനെ ഒത്തിരി പേര് കേട്ട പ്രശസ്തമായിട്ടുള്ള. ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് വന്നിട്ടുണ്ടോ ഒരു പ്രാവശ്യം ഓർമ്മയുണ്ടോ? അതെ, ഞങ്ങൾക്ക് അകത്ത് കയറി കാണാൻ വേണ്ടിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ ഒട്ടേറെ ഓർമ്മകൾ നമുക്കുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ആലപ്പുഴ മറ്റൊക്കെ പോയിട്ട് ഹൗസ് ബോട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എറണാകുളത്തേക്ക് വന്നത്. എനിക്ക് ഇന്നലെ യൂട്യൂബിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് എന്നും പറഞ്ഞുകൊണ്ട്. യൂട്യൂബ് എല്ലാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സിറ്റീസിൽ അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സിനെയും ക്രിയേറ്റേഴ്സിനെയും എല്ലാം വിളിച്ചിട്ട് ഒരു ചെറിയൊരു മീറ്റപ്പ് നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നലെ ഏകദേശം 150ഓളം വരുന്ന യൂട്യൂബേഴ്സ് പങ്കെടുക്കുന്ന ഒരു യൂട്യൂബ് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയുടെ ചാമ്പ്യൻസ് ആയിട്ട് 3 പേരെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് ഞാനായിരുന്നു, പിന്നെ ഒന്ന് അശ്വി മലയാളമായിരുന്നു, പിന്നെ ഒന്ന് രവീണയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുമായിരുന്നു അതിൻ്റെ ചാമ്പ്യൻസ്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് 2 സെഷൻസ് പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാനിപ്പോൾ ഒരു 4-5 മിനിറ്റ് നിങ്ങൾക്ക് കാണാം. അത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഹിൽ പാലസിന്റെ കാഴ്ചകളിലേക്കും ഞങ്ങളുടെ കുറച്ച് ഓർമ്മകളിലേക്കൊക്കെ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ
രണ്ട് സുന്ദരിമാരോടൊപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്തോന്നാ, എന്റെ വൈഫ് നിങ്ങളുടെ ഭയങ്കര ഫാൻസാണ്. ഷേർ ഇപ്പൊ വരും, ഉച്ചയ്ക്ക് വരും. ഷേർ ഉച്ചയ്ക്ക് വരും. അപ്പൊ ഞങ്ങളിവിടെ ഇവിടെ എന്താ പറയാ, നമ്മുടെ മറൈൻ ഡ്രൈവില് ഒരു കാഴ്ചകളൊക്കെ കണ്ട് അതിലൂടെ കപ്പലൊക്കെ പോകുന്നുണ്ട്, കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. അപ്പോൾ രാവിലത്തെ ഒരു സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒരു സെഷനും കൂടെ ഉണ്ട്. നമ്മൾ ഫുൾ ഓൺ എനർജി നിൽക്കണം. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ ഒരു 10-75 പേര് ഉച്ചയ്ക്ക് വരും. അതിനി 3 മണിക്കല്ലേ, 4 മണിക്ക് തുടങ്ങും. 3 മണിക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാം. ഇതാണോ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഡിസേർട്ട് എന്ന് പറഞ്ഞത്? എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണൊക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോ. ഓ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. എന്റെ ലേറ്റസ്റ്റ് അല്ല, എന്റെ പഴയ ഫോട്ടോയാ. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ള ഫോട്ടോയാ. ഇത് കൊള്ളാം. ഹായ്, ഇതാരാ ഇത്? രണ്ടുപേരും സുന്ദരന്മാരായല്ലോ. ഋഷ സുന്ദരനായല്ലോ അല്ലേ? നീ സുന്ദരിയാണല്ലോ. കൊള്ളാം, നഖമല്ലേ? മാച്ചിങ് ഇഷ്ടപ്പെട്ടെ. വാ പോവാം, വാ. ഇതാരത്? ഇതാര പേര് പറ, ആരത്? ആരാണത്? ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വ്ളോഗാണ്. ഒരു ഗോപ്രോ എടുത്തിട്ട് അത് മൊത്തം പ്ലേ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഗോപ്രോ എടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങാണ്. 2016 ഇതിന് മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഉണ്ട്, അത് കാണിക്കാൻ പോലും കൊള്ളുന്നത്. പക്ഷേ എന്റെ ചാനലിലുണ്ട് ഇപ്പോഴും, നോക്കിയാൽ മതി. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്ത കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ് ഇത്. പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഓരോന്ന് ഇൻവെസ്റ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ നമ്മൾ സ്വന്തം പ്രൊഡക്ഷനിൽ ചെയ്തതാണ്. പൈസ കൊടുത്ത ആളെ കൂടി ചെയ്യിപ്പിച്ച മ്യൂസിക് ആണ്. ആ ഇൻട്രോ ആണെങ്കിലും എല്ലാം. ഡ്രോൺ ഉപയോഗിക്കാൻ അറിയാതിരുന്ന ഞാൻ എല്ലാവരും അപ്ഗ്രേഡ് ആവുന്ന കണ്ട് ഡ്രോൺ മാറ്റി തന്നെ ഡ്രോൺ പഠിച്ചു. ഷോർട്സ് ഇട്ടാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ മനസ്സിലായി. ഷോർട്സ് ഇട്ട് തുടങ്ങി, അല്ലാതെ വഴിയില്ല. അപ്ഗ്രേഡ് ആയി പോയി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അന്നും ഇന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് യൂട്യൂബ്. അതെ, അന്നത്തെ യൂട്യൂബ് അല്ല ഇന്നത്തെ യൂട്യൂബ്. ഇന്ന് പുതിയ കുറെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഈ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു തരും. അപ്പോ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ഹാസ് ചേഞ്ച് മൈ ലൈഫ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മൈ ലൈഫ് അല്ല, അവർ ലൈഫ്. എൻ്റെ വൈഫും കുഞ്ഞൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സോ നിങ്ങളുടെ ലൈഫ് പലരും യൂട്യൂബ് മാറ്റുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാ ക്രിയേറ്റേഴ്സിനും ഓൾ ദി ബെസ്റ്റ്. പരിചയപ്പെടാം. താങ്ക് യു. അർത്ഥം കൂടെ പറഞ്ഞു കൊടുക്കും.
അർത്ഥം പറഞ്ഞു കൊടുക്കും, ഓഡിയൻസ് പറഞ്ഞു കൊടുക്കും, അവർക്ക് ഡീകോഡ് ചെയ്ത് കൊടുക്കുക. അമ്മ പറഞ്ഞു കൊടുക്കും. Namaskaram Kochi, all together. So let's say 3, 2, 1, go! ഇതാണ് നമ്മുടെ പ്രധാന പാലസിന്റെ സമീപം. അപ്പൊ നമ്മൾ മറ്റേ ഇടനാഴിയും ഇതൊക്കെ എവിടെയായിരുന്നു? സിനിമ ഇവിടെ നിന്ന് താഴെ ഇറങ്ങി പോവാം, അവിടെ നിന്ന് ഇറങ്ങി പോവാം. നമുക്കിപ്പോ എങ്ങനെ പോണം? നമുക്കിപ്പോ ഞാൻ മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന കുറെ നാളായതുകൊണ്ട് മറന്നുപോയി ഞാനും. നോക്കാം. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അതിനകത്ത്. എന്റെ ദൈവമേ, ഇത് നോക്കി, സ്വിമ്മിംഗ് പൂൾ അല്ല ചെയ്തത്, വേറെന്തോ വഴിയാണിത്. എന്തോ ടണലിലേക്കുള്ള വഴി എന്തോ ആണിത്. ഉണ്ടല്ലേ നോക്കി, കണ്ടാ ഈ കാണുന്നത് കണ്ടോ, ഇത് പോലീസിന്റെ ഔട്ട് പോസ്റ്റോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. എന്നാലും നമ്മൾ എത്ര സിനിമകളിൽ കണ്ടിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്, എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഈ ഒരു സംഭവം കുറച്ചും കൂടെ ഒക്കെ പോളിഷ് ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒരു ലക്ഷറി റോയൽ ലുക്ക് കിട്ടും. ഇപ്പൊ ഭയങ്കര ഭംഗിയായല്ലോ ശ്വേത, അല്ലേ? ഫുള്ള് നല്ല ഗാർഡൻ ഒക്കെ ചെയ്ത് നല്ല കിടിലൻ ആംബിയൻസ് ആയി ഇവിടെ. എന്താ ഋഷ? ഡിയറിനെ കാണാൻ നമുക്ക് തപ്പാമേ, എവിടെ നോക്കാമേ. ഇനി നമ്മൾ ഈ കാണുന്ന ഇടനാഴികളിലൂടെ നമ്മൾ പുറമോട്ട് പോകണം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചുമരുകളിൽ കോറി വരയ്ക്കുക, കേടുപാട് വരുത്തുക ഒക്കെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇടനാഴികളൊക്കെയാണ് ഇത്. ഈ മണിച്ചിത്രത്താഴ് സിനിമ പൂർണ്ണമായിട്ടും ഇവിടെ അല്ല ചിത്രീകരിച്ചത്. അത് ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളൂ. ട്രിവാൻഡ്രത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ എന്തിനു പേടിക്കുന്നേ? ഇവിടെ പ്രേതമൊന്നുമില്ല, വാ, നമ്മള് മാത്രമേ ഉള്ളൂ. ആണോ? നാഗവല്ലിനെ കണ്ടിട്ടുണ്ടോ നീ? നാഗവല്ലി ഇവിടെ ഇല്ല കേട്ടോ, പേടിക്കണ്ട കേട്ടോ, വാ. പക്ഷെ ഇതൊരു ഗംഭീര കൺസ്ട്രക്ഷൻ അല്ലേ ഇത്? എന്ത് രസമല്ലേ ശരിക്കും. ഒരു തനത് കേരള ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകൾ നമുക്കിവിടെ കാണാം. എന്നാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആ ഒരു പണ്ടത്തെ യൂറോപ്യൻ ആളുകൾ നിർമ്മിച്ച തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ശരിക്കും ഒരു ഗംഭീര സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ചാമ്പയൊക്കെ നിപ്പുണ്ട്, അതിൽ ചാമ്പയ്ക്ക ഉണ്ട് മേളില്, താഴെയൊന്നുമില്ല, മേളിലുണ്ട്. ഏതാ ഈ കാണുന്ന ഇടനാഴികളും താഴെയുള്ള കാമുകന്മാരുടെ വിലാസ കേന്ദ്രങ്ങളാണ്. ഇവിടെ ചാമ്പയ്ക്ക മാത്രമല്ല, ചക്കയുണ്ട്, പ്ലാവുണ്ട്, പിന്നെ പുളിയുണ്ട്, പിന്നെ സപ്പോർട്ട്, അങ്ങനെ കുറെ ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളൊരു ഫോറസ്റ്റിൽ എത്തിയ പോലത്തെ ഒരു പ്രതീതിയായി. നോക്കി, ഏതോ ഒരു കാവിലൊക്കെ, ഇവിടെ കാവുണ്ടെന്ന് അറിയത്തില്ല, ഒരു കാവിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സംഭവം. മറ്റേ പടർന്നു കിടക്കുന്ന വള്ളിച്ചെടികളും അതും ഇതൊക്കെ ആയിട്ട്. എന്തോ എന്താ മുത്തേ? ഡിയർ ഉണ്ട് മുത്തേ, ഡിയറിനെ കാണിക്കാം, വാ. ആന കുതിര ഒന്നുമില്ല ഇവിടെ, ഡിയർ മാത്രമേ ഉള്ളൂ. ഇത് സൂ അല്ല ഋഷി, ഇവിടെ കുറച്ച് ഡിയർ ഉണ്ട്, അത്രേ ഉള്ളു കേട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ ഋഷി നിനക്ക് വേണ്ടത്? ആണോ? ശരി, ആയിക്കോട്ടെ. നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ ഇതുപോലെ ഒരു സ്ഥലം കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറാം. അത് പുറകെ കൂടെ എങ്ങാണ്ടാണ് കയറുന്നതെന്ന് തോന്നുന്നു. മുമ്പിൽ ഇവിടെ നമുക്ക് വലിയൊരു എന്താ പോലത്തെ ഒരു പാത്രം കാണാം. അതിനകത്ത് എന്തെങ്കിലും ഇച്ചിരി വെള്ളമുണ്ട്, വേറെ ഒന്നുമില്ല. ശോഭനയുടെ ഇൻട്രഡക്ഷനും ഇല്ലേ പടത്തിൽ മണിച്ചിത്രത്താഴ്? ഫസ്റ്റ് അവര് കാറിൽ വന്നിട്ട് നിൽക്കുന്നത് അന്നേരം ഗണേഷ് കുമാർ വന്ന് കണ്ട് പേടിക്കുന്ന സീൻ എടുത്ത സീൻ ഇവിടെ. അതിവിടെ ആയിരുന്നല്ലേ? നമ്മള് താഴെയല്ലേ മറ്റേ കുളമുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ മ്യൂസിയങ്ങൾ പല സ്ഥലത്തായിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഇത് മണിച്ചിത്രത്താഴിന്റെ ഇതുപോലത്തെ ഒരു സാധനമൊക്കെ നോക്കി. ഇത് കണ്ടോ, ഇത് ഒരു അമ്പലം പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ഋഷി കയറി തൊഴുതു. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. എന്ത് പറ്റി? ഒന്നുമില്ല, വാ.
അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ ഈ പഴയ തറവാടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നി. ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. മുമ്പിലൊരു തുളസിത്തറയൊക്കെ ഉണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹെറിറ്റേജ് മ്യൂസിയമാണിപ്പോൾ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കയറിയപ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായത്. ഇതാണ് 1865 ഇവിടെ ആദ്യമായി നിർമ്മിച്ച കൊട്ടാരം. ഇതൊരു 8 കൊട്ടാരമാണ്. ഇതിപ്പോൾ ഇവരൊരു മ്യൂസിയമാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ മുമ്പിൽ കാണുന്ന ആ ഒരു പുതിയ ബിൽഡിംഗ് പോലെയുള്ള ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നീട് നിർമ്മിച്ച കൊട്ടാരമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ താഴെ ഇറങ്ങി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ കഴിയില്ല, ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് കാണിച്ചു തരുന്ന പണ്ട് ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് പ്രവേശനമൊന്നുമില്ല, കുറച്ച് സ്ഥലത്തൊക്കെ മാത്രമേ നമുക്ക് കാണാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ആ കണ്ട ഇടനാഴിയിലൂടെ കുറേ നടന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കൊട്ടാരം കാണാൻ സാധിക്കുന്നത്. കൊട്ടാരത്തിൽ നിന്ന് നേരെ നമ്മൾ വീണ്ടും ആ ഒരു ഇടനാഴിയിലൂടെ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടുത്തെ ആ ഒരു കുളം, ഈ കുളം കുറേ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു കുളം നമുക്ക് കാണാൻ സാധിക്കും. അതായത് പണ്ട് ഇവിടുത്തെ കൊട്ടാരത്തിലെ അന്തേവാസികളും ബാക്കിയുള്ള ആളുകളുമൊക്കെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളമാണ് നമുക്കിവിടെ താഴെ കാണുന്നത്. ആ ഒരു കൊട്ടാരത്തിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്. ഈ 8 കെട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കയറിയാൽ നമുക്കത് മനസ്സിലാവില്ല. അതാണ് സംഭവം. 8 കെട്ട് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അത് പറഞ്ഞു തരുന്ന വ്യക്തമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഞാൻ കണ്ടില്ല. എന്തായാലും 8 കെട്ടാണെന്ന് അവിടെ ഇരുന്ന് ഒരു ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശരിക്കും ഈ കുളത്തിലേക്ക് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റുമൊന്നുമില്ല. അതൊക്കെ ശരിക്കും കുറച്ചുകൂടെ മെയിൻറ്റെയിൻഡ് ആക്കി ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. എന്നാണ് അങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഫോറിനേഴ്സ് അടക്കം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണിത്. നമ്മുടെ കൊച്ചി എന്ന് പറയുന്ന ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയൊക്കെ കിടക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. പക്ഷേ എന്നിരുന്നാലും ദാറ്റ്സ് റിയലി സാഡ്. നമ്മളങ്ങനെ താഴെ ആ കുളത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കിനും ഇത് നമ്മുടെ കുളപ്പുരയാണെന്ന് തോന്നുന്നു. ഈ കുളപ്പുരയ്ക്കുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ കയറി വരുമ്പോൾ തന്നെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. അവിടെ എവിടെയും കുത്തി വരച്ചിരുന്നത് കോറി ഉടച്ചിരുന്നത്. പക്ഷേ അത് നമ്മുടെ ആൾക്കാർ, നമ്മൾ എന്താ പറയുക, ഭയങ്കര സാക്ഷര വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. എല്ലാം ഇവിടെ വന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പേര് ഇവിടെ എല്ലാം എഴുതി വൃത്തികേടാക്കി മൊത്തത്തിൽ എഴുതി വെക്കാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ് മൊത്തത്തിൽ. അതായത് ഇതൊക്കെ അടച്ചിട്ടിരിക്കുന്നതിൻ്റെ പ്രധാന റീസൺ അത് തന്നെയായിരിക്കും. റെസ്പോൺസിബിളായിട്ട് കണ്ടിട്ട് പോകാനായിട്ട് നമുക്ക് ആർക്കും അറിയത്തില്ലല്ലോ. ഇവിടെ ഈ കാണുന്ന വാതിലേൽ വരെ പേരും കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ അല്ലേ ശരിക്കും നമുക്കിതുവരെ അത് മാറ്റാൻ പറ്റാത്തത്? നമുക്ക് ലിറ്ററസി 100% ലിറ്ററസി അതിന്റെ പ്രശ്നമാണ്. 100% ലിറ്ററസി ആയതിന്റെ പ്രശ്നമാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. ദിസ് ഈസ് വെരി ബാഡ്. ഇവിടെ വന്ന് നോക്കുന്ന ആളുകളൊക്കെ എന്തായിരിക്കും അത് പലതും വൃത്തികേട് വരെ എഴുതി വെച്ചിട്ടുണ്ട്. പല ആൾക്കാരും പല കാര്യങ്ങളൊക്കെ. ശരിക്കും ഇവിടെയൊക്കെ ഒരു CCTV ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CCTV ഒക്കെ ഉണ്ട് കേട്ടോ. CCTVയിൽ ഈ എഴുതിയ ആൾക്കാരൊക്കെ വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. ഇവിടെ താഴെ നോക്കി ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കിടക്കുന്നു. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ കുളത്തിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. എവിടെയൊക്കെ എന്തോരം സംഭവമാണെന്ന് നോക്കിയത് കണ്ടില്ലേ? അവിടെയൊക്കെ ചുമർ ചിത്രങ്ങളുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഒരു വിദേശി ഇതൊക്കെ വന്ന് കാണുമ്പോൾ എന്തായിരിക്കും അല്ലേ അയാളുടെ മനസ്സിൽ പോകുന്നത്? അത് ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യമാണ്. ഇവിടുത്തെ അധികാരികളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ വരുന്ന ആൾക്കാർ റെസ്പോൺസിബിൾ ആയിട്ട് വന്ന് കണ്ടിട്ട് പോകണം. ഇതൊക്കെ നമ്മുടെ സ്വത്താണ്, ഇതൊക്കെ നമ്മുടെ കാര്യങ്ങളാണ്. അധികാരികളെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതൊക്കെ ചെയ്യുന്നതിനൊരു പരിമിതികളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് പോലും ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുളത്തിലിറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകത്തില്ലേ? അതുപോലും പറ്റാത്തത് നമ്മുടെ ആൾക്കാർക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. എല്ലാ സംഭവം ഇവിടെ എല്ലാ CCTV ക്യാമറ എല്ലാ സംഭവങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. എന്നാലും ദിസ് ഈസ് വെരി ബാഡ്. നമ്മൾ ഈ ലിറ്ററസിയും കൊണ്ട് കാര്യമില്ല. നമ്മൾ സിവിക് സെൻസ് കുറച്ചും കൂടെ നമ്മൾ ചിന്തിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. വരുന്ന ഓരോ മനുഷ്യരും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യരും. ഇവിടെ നമ്മളിപ്പോൾ കണ്ട ആ ഒരു കൊട്ടാരത്തിൻ്റെ പുറകിലായിട്ട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. ശരിക്കും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. കുറേ സ്ഥലമുണ്ട്, കുറേ മരങ്ങളും അതുപോലെയൊക്കെ ആയിട്ട് കുറേ ഏരിയ ഉണ്ട്. ഇവിടെയാണ് മറ്റേ ഡിയർ പാർക്ക്. ഡിയർ ഓടിവാ. അയ്യോ ഡിയർ ഹായ് ഹായ് ഹലോ ഹലോ. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ മാനുകളെ വളർത്തിയിരിക്കുന്ന സ്ഥലം കാണാം. തൊടാൻ പറ്റൂല. അയ്യോ തൊടാനൊന്നും പറ്റൂല കേട്ടോ, കാണാനേ പറ്റുള്ളേ.
കേട്ടോ. അതൊന്നും ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കേരളമാണ് ഋഷി. ഇവിടെ നീ ഡിയറിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാലേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്ന് എന്റെ മുത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടടയ്ക്കും കേട്ടോ. അതുകൊണ്ട് ആ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല കേട്ടോ. ഹലോ, ദേ അപ്പുറത്ത് നിൽക്കുന്ന കണ്ടില്ലേ? ദേ നിൽക്കുന്ന വേറെ ഡിയറ്. ദേ അവിടെ ഡിയറും അമ്മ ഒക്കെ കഴിക്കുന്ന കണ്ടോ നോക്കി. അവിടെ ഇങ്ങനെ ഡിയറും അമ്മ ഒക്കെ കഴിക്കുന്ന നോക്കി കണ്ടില്ലേ? ദേ ഇവിടെ എല്ലാം ഡിയർ. ദേ ഇഷ്ടം പോലെ. ഋഷിനെ കണ്ടപ്പോഴത്തേക്കിനും ഡിയർ എല്ലാം കൂടെ വരുന്നത് കണ്ടോ നോക്കി. വാവ്, എന്താ ഋഷ? ആ കുഞ്ഞു ഡിയറിനെ കാണിച്ചു കൊടുത്തേച്ചാ. എന്തുവാടാ ഡിയർ? ദേ അടുത്ത് വന്നല്ലേ ഋഷിയുടെ. ദേ നമ്മളിവിടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് എന്തോരം മാനാന്ന് പറയും ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്തോരം മാനുണ്ട്. എനിക്ക് തോന്നുന്നൊരു 100-150 മാൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അയ്യോ, അപ്പൊ വീഡിയോ എടുക്കാൻ മതി. അതിന്റെ നോക്ക് തൊടാനൊന്നും പറ്റത്തില്ല. ഓക്കെ, തൊടാൻ പറ്റൂല. നമ്മൾ ശരിക്കും ഇതിപ്പം ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലെ നിയമം നമുക്ക് ഇതിനൊന്നും ഫീഡ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈവൻ നമ്മൾ റോഡിലൂടെ പോകുമ്പോഴത്തേക്കിനും റോഡിൽ കാണുന്ന മങ്കീസിനെ വരെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നടപടി എടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു നിയമം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഇവർക്ക് തന്നെ ഫീഡ് ഇവിടെ വെച്ചിട്ട് ആ ഫീഡ് നമുക്ക് പർച്ചേസ് ചെയ്യാനും അത് ഇതിനെയൊക്കെ ഫീഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവമായിരുന്നു. ഋഷി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഫീഡ് ചെയ്യാൻ പറ്റുമോ. നമുക്കത് പറ്റില്ല. നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. വൈൽഡ് ആനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ആ നിയമം ഇന്ത്യയിലില്ല. ഇവിടെ ഫീഡ് ഇല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ശരിക്കും എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ പറ. വേറെ സ്ഥലത്താ ഫീഡ് ചെയ്യണം. നമുക്ക് ഇന്ത്യയൊക്കെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോകണം കേസ്, എന്നാലേ നടപടിയാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനത്തെ സംഭവമില്ല. നമുക്ക് വരിക, കാണുക, അത്ര നമുക്ക് പറ്റുള്ളൂ. വേറൊന്നും പറ്റില്ല. സുന്ദരം മാനിനെ കണ്ടോടാ. കലമാൻ കൊമ്പ് കണ്ടോ നീ? എന്റെ ആ കൊമ്പ് കൊണ്ട് കുത്തും കേട്ടോ. അത് മതിയോ? മാനിനെ കണ്ടോ? മതിയായോ? ഞങ്ങള് പോട്ടെ. എന്നാ നീ അവിടെ വന്നോ. കേറുന്നെങ്കിൽ കേറ്, ഞങ്ങള് പോവാ. കേറ്, പിടി, പോവാം. ഓക്കേ, ഇതെന്തോ നോക്കിക്കേ, ടണൽ ഗുഹ കണ്ടോ? ഗുഹ കണ്ടോ? ഗുഹ. ഇതിനകത്ത് ഗുഹയൊക്കെ ഉണ്ട് കണ്ടോ? ഇതിനകത്തൂടെ കേറി അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവാം. ബാ, കമോൺ, ഇതിലേ ഇറങ്ങിപ്പോവാം. ബാ, പേടി. കമോൺ ഗൈസ്, ഇതിലേ ഇറങ്ങിപ്പോവാം. ബാ, ഞങ്ങൾ അപ്പുറത്തോട് കയറി ഇപ്പുറത്തോട് ഇറങ്ങിയല്ലോ. ചെറിയ ഗുഹ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് ഞങ്ങളൊന്ന് സ്ലോ ഡൗൺ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പം വിഷു ഒക്കെ ആയിട്ട് എല്ലാവരും ട്രാവലിംഗ് ആണ്. എല്ലാ സ്ഥലത്തും ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ പറഞ്ഞില്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ അത് മാത്രമല്ല 19 തീയതി വരെ എനിക്കിവിടെ 1-2 പ്രോഗ്രാംസ് ഇൻ ആൻഡ് റൗണ്ട് നേരത്തെ കമ്മിറ്റ് ചെയ്ത പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പങ്കെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ലോ ട്രാവൽ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫർദർ ട്രാവൽ ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇടുക്കിയിൽ ഞാൻ കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള കിടിലം വീഡിയോസൊക്കെ വരുന്നുണ്ട്. ശരാ, അവനെ കളിപ്പിച്ചിട്ട് വന്നേ. ചെന്നേ, അവന് കളിക്കണം എന്ന് പറഞ്ഞല്ലേ. ചെല്ല ഋഷി, കളിച്ചിട്ട് കേട്ടോ. വഴക്കുണ്ടാക്കരുത് അവിടെ വേറെ പിള്ളേരായിട്ട് കേട്ടോ. ഓക്കെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിക്കറിട്ട് വരരുത്. പകലാണേലും കൊതുക് കടിച്ച് എന്റെ കാല് രണ്ടും ചോര വന്ന് തടിച്ച് വീർത്തൊരു പരുവായി. പിന്നെ ശ്വേത, നീ കണ്ടോ ഇവിടെ മൊത്തം കപ്പിൾസ് ആണ് കേസ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് മാസ്ക് ഇട്ടൊക്കെ ഇപ്പോഴും മാസ്ക് ഇട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണാൻ സാധിക്കും. അത് അവർക്ക് സുന്ദരമായിട്ട് സമാധാനമായിട്ട് സമയം ചെലവഴിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് ഹിൽ പാലസ്. ഞാനും വന്നിട്ടുണ്ട് കേസ് ശ്വേതരോടെ. വേറെ ആരുടെ കൂടെ അല്ല, ശ്വേതരോടെ. ഞാനും ശ്വേതയും കൂടെ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വരുമായിരുന്നു. സോ അങ്ങനെ ധാരാളം ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഹിൽ പാലസിൽ പോയി ഞങ്ങള് കുറച്ച് മധുര സ്വപ്നങ്ങളും ഓർമ്മകളും ഒക്കെ ഇറക്കി. പിന്നെ ഋഷി എന്തിനെ കണ്ടു? ഋഷി മാനിനെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് 5 മണിക്ക് ലുലു മോളിൽ DC ബുക്സിന്റെ ഒരു ലുലു ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ DC ബുക്സിന്റെ ഒരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഓതറായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പ്രോഗ്രാം ഉണ്ട്, അതിന് പോകണം. അതിന് മുമ്പായിട്ട് നിങ്ങളൊരു സംഭവം കണ്ടിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മനാഫ്കയുടെ ഓഫീസിൽ പോയായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഒക്കെ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത മനാഫ്ക എന്റെ ഫ്രണ്ടാണ്. കഴിഞ്ഞ കുറെ വർഷമായിട്ട്, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്.
അദ്ദേഹത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് അതൊരു ഓഫീസ് എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ ചേട്ടാ? അത് ശരിക്കും ഒരു കൊട്ടാരം ഒന്നും പറയാൻ പറ്റില്ല. അതൊരു റിസോർട്ട് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസോർട്ട് അല്ല. ഒരു ഹോം സ്റ്റേ ആണെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒന്നൊന്നര സംഭവമാണ്. അതുപോലത്തെ ഒരു ഓഫീസ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. അവിടെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആളിങ്ങനെ അവിടെ ഇരുന്ന് വ്ലോഗ് ചെയ്തോണ്ടിരിക്കുക. അതൊരു കിടില സംഭവമാണ്. ശരിക്കും കുറെ ആളുകൾക്ക് ഇൻസ്പയർഡ് ആകാവുന്ന, അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് ഭയങ്കര അധികം അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഞാനങ്ങനെ മനാഫിക്കയുടെ ഓഫീസിൽ വന്നേ. നോക്കി, ഇവിടെ ഫുൾ കാടാണ് ഗൈസ്, മൊത്തത്തിൽ കാടാണ്. വണ്ടി ഞാൻ എങ്ങനെ കയറ്റി പാർക്ക് ചെയ്തേക്കുന്നതെന്ന് നോക്കി. എന്റെ പൊന്നു എടി, ഇത് മൊത്തം കാടാടി, ഫോറസ്റ്റ്. എന്താ ഇവിടെ പ്രശ്നം? എന്താ ഫോറസ്റ്റ് അല്ല, നേച്ചർ ഫ്രണ്ട്ലി. നമ്മള് ഞാൻ ഋഷിയുടെ ലാംഗ്വേജിൽ പറഞ്ഞതാ. 2 ചെടി അവിടെ ഇവിടെ കണ്ട ഫോറസ്റ്റ് അല്ലേ നമുക്ക്? അല്ല ഋഷ, ഇത് എവിടെയാ? ഇത് ആരാ സ്ഥലം? ഇത് മനാഫ് കാങ്കളുടെ ആണോ? വെൽക്കം ടു അവർ ക്രിയേറ്റീവ് ജംഗിൾ. കൊള്ളാം കേട്ടോ, ശരിക്കും സെറ്റപ്പ് അല്ലേ? എന്തെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കി, ഇവിടെ കയറി വരുമ്പോ തന്നെ ഇത് റിസപ്ഷൻ ആണോ? ബെല്ലൊക്കെ ഉണ്ടോ? ഇത് ഓഫീസ് തന്നെ അല്ലേ അതോ വീടാണോ? എന്നാ പരിപാടി ഇത്? എന്താ എഴുതിയിരിക്കുന്നത്? റിമൂവ് ദ ഷൂസ് ടു അൺലോക്ക് ദ ഡോർ എന്ന്. അത് ശരി. ഓഫീസിൽ കയറണമെങ്കിൽ ഷൂസ് ഒക്കെ ഊരി വെച്ച് കാണണം അല്ലേ? ഇത് എന്തോ ടൈപ്പ് ഇഷ്ടികയൊക്കെ വെച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹായ് മനാഫ്, ഹൗ ആർ യു? നിങ്ങളുടെ ഓഫീസ് അടിപൊളിയാണ്, സൂപ്പറാണ്. ഋഷിക്ക് ഇവിടെ വരാൻ പ്രത്യേക താല്പര്യമാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മത്സ്യങ്ങളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. മത്സ്യങ്ങളാണോ? അതെന്ത് ഫിഷാ ഋഷി? ഓറഞ്ച് ഫിഷ് ആണോ? അതിന്റെ പേരെന്താ? കോയ് ഫിഷ് ആണോ? മഴയൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മൊത്തത്തില് മഴ പെയ്ത ഒരു ഫീലാണ്. മൊത്തം അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ എല്ലാം വാട്ടർ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തോ പരിപാടികളാണ്. പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഒരു കിഡിലൻ ഒരു റിസോർട്ട് ആംബിയൻ. ഒരു ഹോം സ്റ്റേ ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് അടിപൊളിയാണ്. നമ്മുടെ എറണാകുളം അഞ്ചുമന ക്ഷേത്രത്തിന്റെ പുറകിലായിട്ടാണ് ഈ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സ്പ്രിംഗ്ലർ ഉണ്ട്. മഴ ഇവിടെ മൊത്തം മഴ. ശരിക്കും ഇപ്പൊ മഴയില്ല കഴിച്ചു, ഇത് മഴ പെയ്ച്ചോണ്ടിരിക്കുക. അതെ, അടിപൊളി. അത് കൊള്ളാം കേട്ടോ സംഭവം. മഴ പെയ്യുന്ന ഋഷി, മഴ കണ്ടോ? ഇവിടെ മൊത്തം മഴ ഓണാക്കി. കണ്ടോ? മഴ ഓണാക്കി കണ്ടോ? നമുക്ക് മഴ എന്താ? ഫിഷിനെ കണ്ടാ മതി. ഫിഷാണോ? എന്താ ഫിഷോ? നീമോയോ? അതെനിക്കറിയത്തില്ല. എന്താ ഫിഷാന്നൊന്നും എനിക്കറിയത്തില്ല. അടിപൊളി. ദൈവമേ, അവിടെ നിന്നൊക്കെ പുകയൊക്കെ വരുന്നത്. ഇതെന്താ സംഭവം? മഞ്ഞിന്റെ ഫീല് വരാൻ വേണ്ടിട്ട്. ഇതിപ്പോ നമ്മള് മൂന്നാർ പോവാതെ തന്നെ മൂന്നാർ എത്തിയൊരു ഫീൽ ആയല്ലോ ഇത്. അടിപൊളി. ഇറക്കി വിടട്ടെ ഋഷിനെ? വെള്ളത്തിൽ ഇറക്കി വിടട്ടെ? ചെല്ലേ, എന്റെ ഫിഷിന്റെ കൂടെ പ്ലേ ചെയ്തോ? കളിച്ചോ? ചെല്ലേ. ഫിഷിന് ഉമ്മ കൊടുക്കണോ? ആ, എന്നാ ഫിഷ് മമ്മ ചെയ്യണോ? അതും വേണ്ടേ? ഫീഡ് ചെയ്താ മതിയോ? നിനക്ക് ഫീഡ് ചെയ്യണ്ട, നീക്ക് ഫിഷിന് ഫീഡ് കൊടുത്താൽ മതിയോ? ആ, ഓക്കെ. ചോദിക്കാം, മനാഫ് അങ്കിളിനോട് ചോദിക്കും പോയിട്ട് ഫീഡ് ഉണ്ടോന്ന് ചോദിക്കേ. എന്താ ഋഷി അത്? ഫിഷ് ഫീഡ് കിട്ടിയാ? ഇട്ട് കൊടുത്തോ? വരുമോ നോക്കാം. എവിടെ? ഫിഷ് എല്ലാം കൂടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ? ഫീഡ് കഴിക്കുന്നുണ്ടോ? ആ, അവരിപ്പോഴാ കണ്ടത്. ഉണ്ടാ ഇവിടെ എന്താ പരിപാടി? വാർഡ്രോബ് റീഡിസൈൻ ചെയ്യുക. വാർഡ്രോബ് അല്ലല്ലോ, ഡ്രസ്സിംഗ് ടേബിൾ. ഇത് കണ്ടോ? നമ്മുടെ ഡ്രസ്സിംഗ് ടേബിള് ശ്വേതയ്ക്ക് അവിടെ സ്റ്റോറേജ് ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് അവിടെ മൊത്തം അലമ്പാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അലമ്പ് മാറ്റാൻ വേണ്ടി ഇത് റീഡിസൈൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. ഋഷി ഇവിടെ ഫുൾ സെറ്റായി. അവിടെ അകത്തൊരു മുമ്പ് ഒരു ഡയറൊക്കെ എടുത്തോണ്ടോന്ന് അതിനകത്ത് വരയ്ക്കുന്നുണ്ടായിരുന്നു. അതെന്തുവാ? അതെന്തോ അവിടെ പാടാ. ഇതെന്തോടെ ഇവിടെ നോക്കണ പാടാ ഋഷ? അത് മറ്റേ ഫീഡ് വീണതാണോ? അത് കറക്റ്റ് എങ്ങനെ അത് മനസ്സിലാക്കി? ശബ്ദം കേട്ടിട്ടായിരിക്കും.
അപ്പൊ എല്ലാവരും കൂടെ അവിടെ കയറി നിൽപ്പുണ്ട്. സംഭവം അടിപൊളിയാണ്. ഞാൻ കയറിയപ്പോ തന്നെ ആക്ച്വലി ഞാൻ പറയായിരുന്നു നമുക്ക് ഇത് Airbnb ആക്കാൻ പറ്റിയ നല്ലൊരു കൺസെപ്റ്റിലുള്ളൊരു സാധനമാണെന്നുള്ളത്. പിന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും നല്ലൊരു ആംബിയൻസ് ആണല്ലോ ഇവിടെ, അല്ലേ? അതെ, ഇവിടെ നമ്മളിങ്ങനെ പല മൾട്ടി ലെവൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 4 പേർക്ക് ഇരിക്കാം, അവിടെ ഒരു 6 പേരുണ്ട്, അതിന്റെ മേളിലുണ്ട്. ഇതിങ്ങനെ ആവുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള ഒരു ഓഫീസ് സ്പേസ് എന്നുള്ളതിനേക്കാളും ഇങ്ങനെ കുറച്ചൊരു വ്യൂ കട്ട് ചെയ്യാനും എന്നാൽ വ്യൂ ഉണ്ട് താനും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് അടിയിൽ കുറെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്പേസ് ഉണ്ട്, ഇത് ഫുള്ള് നമുക്ക് സ്റ്റോറേജ് യൂട്ടിലൈസേഷൻ. അതെ. പിന്നെ എനിക്ക് ഒരു ഇതുപോലെ മൾട്ടി ലെവൽസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ ഒരു പോഡിയം പോലത്തെ ഒരു ഫീല് കിട്ടും, ഒരു ആംഫി തിയേറ്റർ പോലെയൊക്കെ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിരന്നിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കും. അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കേട്ട് യൂസ് ചെയ്യാം. അടിപൊളി. ഫോട്ടോഷൂട്ടിനോ? എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓരോ സ്റ്റൈലാണ്. താഴെ ജസ്റ്റ് റഫ് കോൺക്രീറ്റ് പോലെ ഫ്ലോർ ചെയ്തിരിക്കുന്നു, ഇവിടെ ടൈൽസ് ഇട്ടിരിക്കുന്നു, മൊറോക്കൻ ടൈൽസ്. താഴെ ഒരു സ്റ്റെപ്പ് ഓഫ് ആളുകൾ, ഇവിടെ വേറെ അടുത്ത സ്റ്റെപ്പ് ഓഫ് ആളുകൾ, ഇതിന് മുകളിൽ മുറം. പഴയ കൊട്ടയം ഇതൊക്കെ നമ്മള് തന്നെ പെയിന്റ് അടിച്ച് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫിഷിന്റെ ട്രാപ്പാണ്, അത് പെയിന്റ് ചെയ്താല് ലൈറ്റ് ഇട്ട് ഷാൻഡിലിയർ പോലെ ആക്കി. അടിപൊളി. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോ ഇവിടെ ഒരു തെട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. നൈസ്. ആ ഗ്രീൻ കൺസെപ്റ്റ്. പിന്നെ ഒരു വിന്റേജ് ഇന്ത്യൻ തീമുമാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. അതാണ് ഇങ്ങനത്തെ ഉള്ള കുറെ വിൻഡോസും ആ ഒരു സംഭവം എല്ലാം. ഈ കളർ തീം എല്ലാം അതാണ് ഒരു രാജസ്ഥാനി ഫീല് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ഇത് മനാഫ്കഡ് ഓഫീസ്. അതെ, മനാഫ്കക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഗ്രീനും യെല്ലോയാണ് നമ്മളുടെ ഒരു കമ്പനിയുടെ ഒരു കളർ സ്കീം. അടിപൊളി. ഞങ്ങളുടെ ഫ്ലാറ്റിലെ കളർ സ്കീമും അത് തന്നെയാണ്. അതെ, നമുക്ക് ആ കളർ ഇല്ല അല്ലെ, മഞ്ഞ. ആ കളർ മിസ്സായി പോയി. നമ്മൾ അതിന് വരെ ബേജ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അതെ, ആ മഞ്ഞ കൊള്ളാം. എന്താടാ മെറ്റലിട്ട് വെച്ചിരിക്കുന്നോ? മനാഫ്ക റോഡ് പണിയുമായിരുന്നോ? മനാഫ്ക റോഡ് പണിയിൽ നടന്ന് മെറ്റൽ അടിച്ചു മാറ്റിക്കൊണ്ട് വെച്ചതാ. എവിടെ അറിയാവോ? ടേബിളിനകത്ത് മൊത്തം മെറ്റലാ അല്ലേ? മനാഫ് അങ്കിളിന്റെ ഐഡിയ റോഡ് പണി പോലത്തെ ടേബിള് നല്ലാണോ? നിരത്തിയിട്ടല്ലേ? നിങ്ങളെന്തോ മൊത്തം നിരത്തിയിട്ടു. മനാഫ്കയുടെ ഓഫീസ് ഇഷ്ടപ്പെട്ടോ ഋഷിക്ക്? നല്ലാണോ? അപ്പൊ ഇത് ക്ലയൻസ് ഒക്കെ വന്ന് ഇരുന്ന് നമുക്ക് ഡിസ്കഷൻ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസ് മീറ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഞങ്ങള് വൈകിട്ടൊക്കെ ചിലപ്പോ ഇരുന്ന് സിനിമ കാണും. ഇതൊരു ഡോൾബി അറ്റ്മോസ് സ്പീക്കർ ഒക്കെ. ഇവിടെ നമ്മള് ഫുഡ് കഴിക്കാന്നുള്ളൊരു പരിപാടി മാത്രല്ലാണ്ടേ നമ്മുടെ ഓഫീസിലെ കുറെ പേർക്ക് പാട്ട് പാടാനും ഗിത്താർ വായിക്കാനൊക്കെ അറിയാം. അപ്പൊ ചില ഈവനിങ്സ് ഒക്കെ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിട്ട് അപ്പൊ ഞങ്ങൾ ഈ ബെഞ്ച് മുഴുവൻ അവിടെ കൊണ്ടുവരും. അപ്പൊ എല്ലാവർക്കും അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഇവന്റ് ഒക്കെ പോലെ നടത്താനും കൂടി ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുക. നല്ല ആംബിയൻസ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു വാട്ടർ ബോഡി ആണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ വെള്ളം ഇങ്ങനെ ആ ഒരു ഒഴുകുന്ന ആ ഒരു സൗണ്ട്. യൂഷ്വലി നമ്മൾ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള കുറെ ഡെക്കറേഷൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്പേസ് ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ. ഇത് കുറച്ചും കൂടി ഒരു നേച്ചർ ഫ്രണ്ട്ലി സാധനം. ഇപ്പൊ ഋഷി എന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ വീട്ടിൽ ആ മീനിനോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ ഋഷിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട് ഓടി കളിച്ച് അവിടെ ബഹളവാ. എനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് വർക്ക് ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. നമ്മളൊരു ചെറിയ സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കും, ഒന്ന് റിലാക്സ് ആവാനായിട്ട്. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുന്ന ടൈപ്പാണ്. അപ്പൊ അതിൽ നിന്നൊരു റിലാക്സേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു സ്പേസ് ഇങ്ങനെ ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. പിന്നെ എനിക്ക് ഈ ഫിഷുകളെയും ഇതൊക്കെ ഇഷ്ടമാണ്, ഒരു ഓപ്പൺ അറ്റ്മോസ്ഫിയർ. പിന്നെ മാത്രമല്ല ക്ലയൻസ് വരാൻ നേരത്ത് ഇതുപോലെയുള്ള ഒരു സ്പേസ് നമുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ വീട് എത്രമാത്രം ക്രിയേറ്റീവ് ആക്കാൻ പറ്റും എന്ന് അവർക്കും ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്കിപ്പോ ഉള്ള പ്രോജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ് കൂടുതലും. 1-2 റിസോർട്ട് പ്രോജക്ട്സ് ഉണ്ട്. ഇതിപ്പോ കൂടുതലും ഒരു റിസോർട്ട് കൈൻഡ് ഓഫ് ഒരു ആംബിയൻസ് ആണ്. അപ്പൊ അതുപോലെയുള്ള പ്രോജക്ട്സും നമുക്ക് ചെയ്യാം. പിന്നെ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്റ്റോറന്റുകൾ, ഇങ്ങനെയുള്ള ഓഫീസ് സ്പേസുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയോളജിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. സംഭവങ്ങൾ പടിപടിയായിട്ട് മുന്നോട്ട് പോട്ടെ, നല്ല നല്ല മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ റെഡിയാക്കട്ടെ അല്ലേ? ബൈ പറ എല്ലാവരോടും. ബൈ. We are going. See you later.
നെക്സ്റ്റ് വീക്ക് വരാൻ ശരി ബൈ. ടാറ്റാ. നോക്കി നടക്കേണ്ട ഋഷി ആ ഞാൻ വന്നോളാം, എന്തായാലും വന്നോളാം. കേറിയിരിക്കണം. അവൻ അവിടെ ഫിഷിനോട് കളിച്ച് ഇഷ്ടപ്പെട്ടാ? അന്ന് കണ്ടോ മനാഫ്കയ്ക്ക് കയ്യിൽ ഉമ്മ കൊടുത്തിട്ടാ വന്ന്. ആണോ? അവന്റെ ഫേവറേറ്റ് അങ്കിളാണ് മനാഫ് അങ്കിള് അല്ലേ? അവൻ അന്ന് ചൈനയിൽ പോയപ്പോ ഇഷ്ടപ്പെട്ടാൻ തുടങ്ങിയത്. അതൊന്നും അല്ല, അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഒരു കാർ കൊണ്ട് കൊടുത്തില്ലേ, അതില് വീണതാണ്. അതെ ഫസ്റ്റ് ബർത്ത്ഡേ ഋഷിക്ക് 1 വയസ്സുള്ള സമയത്ത് മനാഫങ്ങളെ കൊണ്ട് തന്ന കാർ ഇപ്പോഴും ഋഷി ഓടിക്കുന്നുണ്ട് അല്ലേ? അതാണ് അവന് ഭയങ്കര ഇഷ്ടം. അത് പുറത്ത് കൊണ്ട് വെച്ച സാധനം അവൻ അകത്തെടുത്തവനാണ് ഇവൻ. അതെ, അടിപൊളി ഓഫീസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലൻ ഓഫീസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ഇന്റീരിയർ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ വീട്, ഓഫീസ്, റിസോർട്ട്, ഹോം സ്റ്റേ എന്താണെങ്കിലും കംപ്ലീറ്റ് ആർക്കിടെക്ചർ അല്ലെ എന്തിനു പറയുന്നേ, അങ്ങനെയുള്ള ഇവരെ പോലുള്ള ആൾക്കാരെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയാണ്. ഐ നോ ഹിം ഫോർ ലാസ്റ്റ് മോർ ദാൻ 5 years. ഞാൻ കോഴഞ്ചേരി വീട്ടിൽ താമസിക്കാൻ മുമ്പ് ഞങ്ങൾ പരിചയമുള്ളതാണ്. കോഴഞ്ചേരി വീട്ടിൽ തന്നെ പുള്ളി എനിക്ക് കുറെ വർക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. സോ നൗ ലെറ്റ്സ് ഗോ. ഇനി എങ്ങോട്ടേലും ഇത് എന്ത് സംഭവം, മൊത്തം കാടാണല്ലോ. കാട്, ഈ കാട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോട്ടെ. വേണ്ട ഞാൻ എടുത്തോളാം. ഓ ഇനി എവിടെങ്കിലും പോവാല്ലേ? ഓക്കെ ശരി. അങ്ങനെ നമ്മള് ലുലു മോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലുലു മോൾ നമ്മുടെ DC ബുക്സിന്റെ വകയായിട്ടുള്ള, അതായത് DC ബുക്സ് ആൻഡ് ലുലു മോൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന ബുക്ക് ഫെസ്റ്റിവലിന്റെ നമ്മുടെ പ്രോഗ്രാം വൈകിട്ട് 5 മണിക്കാണ്. 27-ാം തീയതി വരെ അല്ലേ ഇവിടെ ഉള്ളത് ബുക്ക് ഫെസ്റ്റിവൽ? ഇവിടെ പല സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. യു ക്യാൻ കം ഹിയർ ആൻഡ് യു ക്യാൻ ഓൾസോ ബൈ ബുക്സ് ആൻഡ് ഓൾ. ഞങ്ങൾ 2 ഓതേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം കൈമാറുകയാണ്. എൻ്റെ ഓതർ സൈൻഡ് കോപ്പി ഞാൻ ഗായത്രിക്കും, ഗായത്രിയുടെ ഓതർ സൈൻഡ് കോപ്പി എനിക്കും. താങ്ക് യു സോ മച്ച്. ലുലു മോളിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഗായത്രിയുമായിട്ടുമുള്ള ഒരു സംവാദം, രജനീഷ് എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാമുള്ള സംവാദം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയറിങ്. അത് സംവാദം നല്ലല്ലോ പറയുന്നത്, എക്സ്പീരിയൻസ് ഷെയറിങ്. കണ്ടോ, ഞാൻ പറയുന്നതിന് വരെ സിമ്പിളായിട്ട് അവനെങ്ങോട്ട് പറഞ്ഞു പ്രോഗ്രാം കഴിഞ്ഞ് ട്രെയിനിൽ കയറിയെന്ന്. നമ്മളിപ്പോ എങ്ങോട്ടാ ട്രെയിനിൽ പോകാൻ പോകുന്നത്? ഒരു ട്രിപ്പ് പോവാ കേട്ടോ, പാലാരിവട്ടത്തേക്ക്. ഈ ട്രെയിനിൽ കയറി പോവാല്ലേ സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പ്. ആരത്? അമ്മയാണോ? ഓ ഇല്ല, ഇനി ഒരു റൗണ്ടും കൂടെ പോകും കേട്ടോ. ഇവനും ഇവന്റെ അപ്പപ്പായും രണ്ടും കണക്കാ. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, ഫുഡ് പോലും വേണ്ട, ട്രെയിൻ മതി. അതാണ് ലുലു വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ. ഓ ആണോ? WP7 ആണ് കേട്ടോ രാജധാനി ലോക്കോ. ഇത് രാജധാനിയും ഈ മുംബൈ കാണുന്നത് രാജധാനിയുടെ ലോക്കോ WP7ഉം. ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണോ? ചിരിച്ച് ആ എഞ്ചിന്റെ സകലമാന ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുക. അതൊക്കെ കറങ്ങി, അതൊക്കെ ചൂടായിരിക്കുമായിരിക്കും. പോവാം. കമോൺ. അമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പോവാം. ടാറ്റ പറ ട്രെയിനിനോട്. സീ യു ലേറ്റർ. സ്കൈലൈൻ ലെജൻഡിന്റെ താഴെ ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ശ്രീ മുരുകൻ തട്ടുകടയെന്ന് പറഞ്ഞൊരു തട്ടുകടയുണ്ട്. നല്ല കിഡിലൻ ഇഡ്ഡലി കിട്ടും ഇങ്ങോട്ട്. ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ കാണുന്ന അപ്പോളോ ഫാർമസി സ്റ്റേഡിയത്തിന്റെ പുറകില്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പാഴ്സൽ വാങ്ങുമായിരുന്നു. ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല കിടുക്കാച്ചി ഇഡ്ഡലി കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ലുലുവിൽ പോയാൽ നേരം. ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു. ഇവിടെ ചേട്ടൻ ഇവിടെ നിന്ന് ലൈവ് തട്ടുദോശ കിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ഇഡ്ഡലി, ആ കാണുന്ന ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇഡ്ഡലി ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പ് ദോശയുണ്ട് അവിടെ. തട്ടുദോശ. ആരാണ് തട്ടുദോശ? അത് കുഴപ്പമില്ല, ഇരിക്കട്ടെ കഴിക്കാം. തട്ടുദോശയല്ലേ, അടിപൊളിയാണ്. ഇവരുടെ ചമ്മന്തി അടിപൊളിയല്ലേ, പൊളിയാണ് ചമ്മന്തി. ഇവരുടെ ചമ്മന്തിയും സാമ്പാറും ഇത് കിടുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. സംഭവം അബിയാണ് കണ്ടുപിടിച്ചത്. ആണോ? ഇഡ്ഡലി സാമ്പാറാണോ വേണ്ടത്?
എന്റെ അമ്മാവനുണ്ട് കഴിച്ച് ഇവിടെ. അമ്മാവനാണ് കണ്ടുപിടിച്ചത് ഈ സ്ഥലം അല്ലേ. അവര് സ്ഥിരം വരുന്നതാന്ന് തോന്നുന്നു. പക്ഷെ ദോശനെക്കാട്ടി അടിപൊളി ഇഡ്ഡലി കേട്ടോ. ചമ്മന്തി പുളി കേട്ടോ. അതിനകത്ത് എന്ത് വഴി ഇടുന്നത്? ഉള്ളിയാണോ? ഉള്ളി ഇട്ട് അരയ്ക്കും തോന്നുന്നു കേട്ടോ അല്ലേ. എരിവുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ തണ്ട് ഇവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാം. ഋഷി വരെ അവിടെ നിന്ന് ഇഡ്ഡലി കഴിക്കാം. അതൊക്കെ നിന്ന് കഴിക്കുന്നു അല്ലേ. ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ? എന്തോ ഇഷ്ടപ്പെട്ടെ? സാമ്പാറാണോ ചമ്മന്തിയാണോ? ഇവ സാമ്പാറിന്റെ ആളാ. എന്താ ഇഷ്ടപ്പെട്ട ഋഷിക്ക്? സാമ്പാറാ? ഇവിടെ നിന്ന് കഴിക്കുന്നത് കസേരയുടെ മേളിൽ നിന്ന് കഴിക്കുന്നുണ്ടോ? ഞാനൊരു കലക്കിയും കൂടെ വാങ്ങിച്ചു. അത് അടിപൊളിയാണ്. ഇപ്പൊ ഋഷി വിചാരിച്ചാൽ ഇങ്ങനെയൊക്കെ നിന്ന് കഴിക്കാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് വിശക്കണം. വിശന്നാൽ മാത്രമേ പറ്റുള്ളൂ. വീട്ടിൽ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയാ ഫുഡ് കഴിപ്പിക്കുന്നതെന്നറിയോ. പക്ഷെ അവന് ഇഷ്ടമുള്ള ഫുഡാണ് അവൻ കഴിക്കും. ചേട്ടനാണോ മുരുകൻ? നിങ്ങളുടെ ചട്നി അടിപൊളി. ഞാൻ അത് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ചട്നി കൊള്ളാം, സൂപ്പർ. ഉണ്ടോ? അതെവിടെയാ? അത് അവിടെ ഉണ്ടോ? വെരി ഗുഡ്. അടച്ചു. ഇപ്പൊ ഇവിടെ മാത്രം. അടിപൊളി. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഞങ്ങൾ 5 പേര് വയറ് നിറച്ച് ഇഡ്ഡലിയും ദോശയും പരിപ്പോടെയും ചായയും കലക്കിയും എന്തൊക്കെ വാങ്ങിച്ചു ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ല. അവസാനം കണക്ക് പറയാൻ കഷ്ടപ്പെട്ടു. എന്താ ഋഷി? എനിക്ക് ഇഡ്ഡലി. ഇവിടുത്തെ ചട്നി ഒരു രക്ഷയിലുണ്ട്. എനിക്ക് ചട്നി ഇഷ്ടപ്പെട്ടത്. അവൻ സാമ്പാറിന്റെ ആളാ. അവൻ 3 നേരം സാമ്പാർ കൊടുത്തില്ല. അവൻ സാമ്പാറിൽ വേണമെങ്കിൽ കുളിക്കും. അതെ, ഞാനും സാമ്പാർ തൊട്ടില്ല. അവൻ സാമ്പാറിൽ കുളിക്കും വേണമെങ്കിൽ ഋഷി. ഞങ്ങൾ ഇത്രയും കഴിച്ചു. ഇത്ര 324 രൂപ. ഞങ്ങൾ 5 പേര് ഞങ്ങളുടെ ഡിന്നർ കഴിച്ചു 324 രൂപ. ഇത്രയും പുള്ളി രക്ഷയില്ല. അടിപൊളി കിടില ഫുഡാണ്. എറണാകുളത്തുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ടേക്ക് അവേ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കണം. സൗകര്യം കുറവാണ്. ബട്ട് അടിപൊളി ഫുഡാണ്, കിടിലൻ ഫുഡാണ്. അപ്പോ നാളെ നമ്മൾ എന്താ പരിപാടി ചെയ്താ? എന്താ പരിപാടി? നാളെ ഒരു സർപ്രൈസ് ആണ്. പറയരുത് ഋഷി, പറയരുത്. സർപ്രൈസ് എന്ന് പറ. ആരാന്ന് പറയരുത്. എവിടെ പോകുന്നതെന്ന് പറയരുത് കേട്ടോ. എവിടെ പോകുന്നേ പറയരുത്. അമ്മയുടെ പറയുമ്പോ. അപ്പൊ സീ യു ടുമോറോ. നമ്മൾ നാളെ കേരളം വിടും. ബൈ ബൈ. അത് ഒരു വർഷം പറഞ്ഞിപ്പോ എന്റെ വായിന്നത് മാറുന്നില്ല. സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് നാളെ കാണാം. ബൈ.